സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, റൈറ്റ്? അവിടെ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ റെലവൻസ് എന്താണ്, ഒപ്പം കുറച്ച് യൂഷ്വൽ ടിപ്സ് ആൻഡ് ട്രിക്സ്, റൈറ്റ്? സോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കാം. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഒരു സെൽഫ് കെയർ, നമ്മളെ എന്തുമാത്രം കെയർ ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ നമ്മുടെ സ്കിന്നിനും കൊടുക്കണം. കാരണം എന്തുകൊണ്ട് സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിൻ ഹെൽത്ത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ സ്കിന്ന് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷെ നമ്മൾ പലപ്പോഴും സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺഷ്യസ് ആവുന്നത് നമ്മുടെ മുഖമാണ്, അല്ലേ? പക്ഷെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ് സ്കിൻ എന്ന് പറയുന്നത്. ഒരുപാട് ഫങ്ഷൻസ് അത് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്കിന്നിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു ആരോഗ്യവാനായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യവതിയായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ബാക്ടീരിയ, വൈറസ് പോലെയുള്ള സൂക്ഷ്മാണുക്കളിൽ നിന്നും ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു വർക്ക് നമ്മുടെ സ്കിന്ന് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നമുക്കറിയാം, വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഡാമേജസ് ഉണ്ടാകുന്നുണ്ട്. കാരണം പ്രധാനമായിട്ടും അൾട്രാ വയലറ്റ് റേസ് ആണ്. സോ അത് ശരീരത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓസോൺ ലെയർ ഉണ്ട്, അല്ലെ? ഓസോൺ പാളി. ആ ഓസോൺ പാളി ഉള്ളത് കൊണ്ടാണ് UV റേസ് വളരെ ശക്തമായ രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് ഭൂമിയിലേക്ക് വരാത്തത്. അത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ കരിഞ്ഞു പോകും. അതിനെ അത്രമാത്രം പ്രിവെന്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്നും നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മളെയെല്ലാം ഈ ഒരു ഭൂമിയെ പോലും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓസോൺ ലെയർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ സ്കിന്നിന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ UV റേസിൽ നിന്നൊക്കെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു റോള് സ്കിന്ന് ചെയ്യുന്നുണ്ട്. സോ സ്കിൻ ഹെൽത്ത് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ റെഗുലേഷൻ, ശരീരത്തിന്റെ ഒരു ഹെൽത്തി ഊഷ്മാവുണ്ട്, ടെമ്പറേച്ചർ. അതിനെ എപ്പോഴും ഹെൽത്തി ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിന്നാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഒപ്പം നമ്മുടെ ശരീരത്തിൽ വളരെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ D. ആ വൈറ്റമിൻ D നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാൻ സാധിക്കും സൺലൈറ്റിന്റെ ഹെൽപ്പോട് കൂടി. സ്കിന്നിലാണ് വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ശരീരം വൈറ്റമിൻ D പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്കിന്നിലാണ്, അല്ലെങ്കിൽ മറ്റൊരു ഇതിൽ പറഞ്ഞാൽ സ്കിന്നിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ D എന്ന് പറയുന്നത്, റൈറ്റ്? അത് വളരെ വളരെ അത്യാവശ്യമാണ്. പ്രൊട്ടക്ഷൻ ഫ്രം വാട്ടർ ലോസ്. നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 72 to 73%, 72-73% വെള്ളമാണ്. ഇടിച്ചു പിഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റിന്റെ 72-73% ഉള്ളത് ജലമായിരിക്കും. ബാക്കി മാത്രമേ മാംസവും എല്ലും എല്ലാം കൂടെ വരുന്നുണ്ടാവുള്ളൂ. സോ വാട്ടർ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്, അല്ലേ? ഒന്ന് ആലോചിക്കുക. നമ്മൾ ബ്രെഡ് മാർക്കറ്റിൽ നല്ല ഫ്രഷ് ബ്രെഡ് വാങ്ങിക്കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിരിക്കും അത്, അല്ലേ? പക്ഷെ കുറച്ച് ദിവസം അത് ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാലോ ഭയങ്കര റഫാവും. എടുത്ത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. കാരണം അതിലുള്ള മോയ്സ്ചർ, അതിലുള്ള ജലാംശം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ഇതുപോലെ തന്നെയുള്ള പ്രോബ്ലം ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ വാട്ടർ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ. ശരീരത്തിലുള്ള കോടിക്കണക്കിന്, ട്രില്യൺ കണക്കിന് കോശങ്ങൾക്കകത്തുള്ളത് വെള്ളമാണ്. സോ ആ വാട്ടർ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ കോശങ്ങൾക്ക് ഈ ബ്രെഡിന് സംഭവിച്ചവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ മരണത്തിലേക്ക് പോലും അത് ലീഡ് ചെയ്യും. സോ ആ രീതിയിൽ വാട്ടർ ലോസ് ഒന്നും ഉണ്ടാവാതെ നമ്മുടെ ശരീരത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഒരു പ്രധാന റോള് സ്കിന്നിനുണ്ട്. മുറിവുണ്ടായി കഴിഞ്ഞാൽ ഉണങ്ങുക, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ മുറിവ് ഉണങ്ങുന്നുണ്ടാവും, അല്ലേ? അത് സ്കിന്നിന്റെ ഒരു മാജിക്കൽ വർക്കാണ്. അതുപോലെ സെൻസേഷൻ, നമ്മുടെ സ്പർശന ശേഷിയെല്ലാം നിലനിർത്തുന്നത് അത് സ്കിന്നാണ് ചെയ്യുന്നത്. ദെൻ ഓഫ് കോഴ്സ് ബ്യൂട്ടി ആൻഡ് ഫിസിക്കൽ അട്രാക്ഷൻ, നമ്മളുടെ ഒരു അപ്പിയറൻസ്, അത് ശരിക്കും വിസിബിൾ ആകുന്നത് നമ്മുടെ സ്കിന്നിൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മസിൽസിനെയും ഇന്റേണൽ ഓർഗൻസിനെയും ബോൺസിനെയും ഒക്കെ ഒരു ഡാമേജും സംഭവിക്കാതെ വളരെയധികം നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ ഒരു പ്രധാന റോളും നമ്മുടെ സ്കിന്നിനുണ്ട്. സോ സ്കിൻ ഹെൽത്ത് ഇമ്പോർട്ടന്റ് അല്ലേ? യെസ്, ഓഫ് കോഴ്സ്, റൈറ്റ്. സോ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള സ്കിന്നുകൾ ഉണ്ട് നമുക്ക് നോക്കാം. പല ആളുകളുടെയും സ്കിന്ന് പല ടൈപ്പാണ്, അല്ലേ? എന്തൊക്കെയാണ് ആ സ്കിൻ ടൈപ്സ് എന്നുള്ളത് വളരെ പെട്ടെന്ന് നോക്കാം. നോർമൽ സ്കിൻ എന്ന് പറയുന്ന ഒരു സ്കിൻ ഉണ്ട്. അവിടെ ആ സ്കിന്നിൽ ഉദാഹരണം പറയാം, ഫേസ് നമുക്ക് എടുക്കാം. ആ ഫേസിൽ ഒരിക്കലും ഒരു വല്ലാതെ ടൈറ്റ് ആയിട്ട്, അതായത് ഡ്രൈ ആയി ഒരു ടൈറ്റ്നെസ്സും ഫീൽ ചെയ്യില്ല, വല്ലാണ്ട് എണ്ണമയവും ഫീൽ ചെയ്യില്ല. ഒരു നോർമൽ, ഒരു ആവറേജ് ലെവലിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ നോർമൽ സ്കിൻ. എന്നാൽ വളരെയധികം ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഓയിൽ പാച്ചസ് ഒന്നും ഇല്ലാണ്ട് വല്ലാതെ ഒരു ഡ്രൈനെസ്, ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ സ്കിൻ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഡ്രൈനെസ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ യുവർ സ്കിൻ ഈസ് ഡ്രൈ സ്കിൻ. ഓക്കെ. ദെൻ നിങ്ങളുടെ മുഖത്ത്
പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തിന് നമുക്കൊരു ടി സോൺ ഉണ്ട്. ടി സോൺ എന്ന് പറഞ്ഞാൽ ഈ നെറ്റിയുടെ മുകൾ ഭാഗം, മൂക്ക്, ചിൻ, താടി, ഇതാണ് ടി സോൺ എന്ന് പറയുന്നത്. ഈ ടി സോണിലും അതുപോലെ ചീക്സിലും കവിളിലും ആയിട്ട് മുഖത്ത് മുഴുവനായിട്ടും ഓയിൽ ഫീലിംഗ് ഉണ്ടെങ്കിൽ, ഓയിലിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, ഇറ്റ്സ് ഓയിലി സ്കിൻ, റൈറ്റ്. സോ ഈ ഭാഗത്തോ കവിളിലോ ചിന്നിലോ ഒന്നുമില്ല, സ്ലൈറ്റ് ആയിട്ട് ഒരു ഓയിൽ പാച്ചസ് ഉള്ളത് മൂക്കിൽ മാത്രമാണെങ്കിൽ, ബാക്കി എല്ലായിടത്തും അത് വളരെ ഡ്രൈ ആണെന്നെങ്കിൽ ഇറ്റ്സ് ഡ്രൈ സ്കിൻ. ദെൻ ടി സോണിൽ മാത്രം ഓയിൽ പാച്ചസ് ഉള്ളത്, നെറ്റിയുടെ അല്ലെങ്കിൽ പുരുകത്തിന്റെ മുകളിൽ നെറ്റിയിലും മൂക്കിന്റെ അവിടെയും ചിന്നിലും താടിയിലുമായിട്ടാണ് ഓയിൽ പാച്ചസ് ഉള്ളതെങ്കിൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ സ്കിൻ. അത് നോർമലിന്റെയും ഡ്രൈന്റെയും ഒക്കെ ആയിട്ട് ഒരു കോമ്പിനേഷൻ സ്കിൻ ആയിട്ട് മാറുന്നുണ്ടാവും, റൈറ്റ്. ഇത് കൂടാതെ ഒരു സ്കിൻ കൂടെ ഉണ്ട്, സെൻസിറ്റീവ് സ്കിൻ. ചില ആളുകളെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തണുത്ത് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കിന്നിൽ ഭയങ്കര റെസ്പോൺസ് ഉണ്ടാവും, റിയാക്ഷൻസ് ഉണ്ടാവും, കുരു പോലെയോ അല്ലെങ്കിൽ ചുവന്നു വരികയോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. റെഡ് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നുകളാണത്. സോ ദേ ആർ വെരി സെൻസിറ്റീവ് സ്കിൻ. സോ ബേസിക്കലി നമുക്ക് 5 ടൈപ്പ് സ്കിന്നുകളുണ്ട്. സോ ഇതിൽ ഏത് സ്കിന്നാണോ നമ്മളുടെ അതിനനുസരിച്ച് വേണം നമ്മൾ സ്കിൻ കെയർ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, റൈറ്റ്. ഇനി സ്കിന്നിനെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കേണ്ടതുണ്ട്. സ്കിന്നിന് ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ട്. ഒരു സ്കിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും 3 പാളികളാണുള്ളത്: എപ്പിഡെർമിസ്, ഡെർമിസ് ആൻഡ് ഹൈപ്പോഡെർമിസ്. പേര് കേട്ടിട്ടൊന്നും പേടിക്കണ്ട, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, റൈറ്റ്. എപ്പിഡെർമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിന്റെ ഏറ്റവും പുറം ഭാഗം, ഔട്ടർ ഭാഗത്ത് വരുന്ന ലെയർ ആണ്. അവിടെ ഈ പറഞ്ഞ ഓയിലിന്റെ പ്രസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു വാട്ടർ പ്രൂഫ് ബാരിയർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഈ ഔട്ടർ ലെയർ ആണ്. അതുപോലെ നമ്മുടെ സ്കിന്നിന്റെ ടോൺ, സ്കിന്നിന്റെ കളർ, അതെല്ലാം നമുക്ക് ഈ എപ്പിഡെർമിസ് എന്ന് പറഞ്ഞ ഔട്ടർ ലെയറിലാണ് കാണാൻ പറ്റുക, റൈറ്റ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗം, സെൻട്രലിലുള്ള ഭാഗമാണ് ഡെർമിസ് എന്ന് പറയുന്നത്. ഈ ഡെർമിസ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂസും അതുപോലെ ഹെയർ, മുടിയുടെ റൂട്ട് എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ ഡെർമിസ് എന്ന് പറയുന്ന രണ്ടാമത്തെ മിഡിലുള്ള ലെയറിലാണ്. അതുപോലെ സ്വെറ്റ് ഗ്ലാൻഡ്, നമ്മുടെ വിയർപ്പ് വരാനുള്ള ഗ്രന്ഥികളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഡെർമിസ് എന്ന് പറയുന്ന മിഡിലുള്ള രണ്ടാമത്തെ ലെയറിലാണ്. അതുപോലെ ഏറ്റവും താഴെയുള്ള ഡീപ്പർ ഭാഗത്ത്, ഏറ്റവും അകത്തേക്ക് വരുന്ന ഭാഗത്തുള്ളതാണ് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്. അവിടെ ഫാറ്റും അതുപോലെ കണക്റ്റീവ് ടിഷ്യൂസും ഒക്കെയാണ് അവിടെ വരുന്നത്, റൈറ്റ്. ബേസിക്കലി 3 തരത്തിലുള്ള പാളികളാണ് അല്ലെങ്കിൽ ലെയറുകളാണ് നമ്മുടെ സ്കിന്നിനുള്ളത്. എന്നാൽ ടോട്ടലി പറയുകയാണെങ്കിൽ ടോട്ടൽ 7 ലെയറുകളുണ്ട്. ഇതിൽ എപ്പിഡെർമിസ് എന്ന് പറഞ്ഞ ഔട്ടർ ലെയറിന് യഥാർത്ഥത്തിൽ 5 ഭാഗങ്ങളുണ്ട്, ഡിഫറെന്റ് 5 ഭാഗങ്ങളും, പിന്നെ ഡെർമിസും പിന്നെ ഹൈപ്പോഡെർമിസുമായിട്ട് ടോട്ടൽ 7 എണ്ണാണുള്ളത്. പക്ഷെ പ്രൈമറിലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ലെയറുകളാണ് സ്കിന്നിനുള്ളത്. ഓക്കെ, ദെൻ ഇനി സ്കിന്നിന് ഏതൊക്കെ രീതിയിൽ ഡാമേജസ് സംഭവിക്കാം? പല ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഒന്ന് ജസ്റ്റ് ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വരും, എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വരും, ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സും വരും. ബയോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം, അതുപോലെ ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ. ഇപ്പം 18 വയസ്സ് അല്ലെങ്കിൽ ആ ഒരു ടീനേജ് ടൈമിൽ സ്വാഭാവികമായിട്ട് സ്കിന്നിൽ ഒരുപാട് കൂടുതൽ പ്രശ്നങ്ങൾ വരും. സെബേഷ്യസ് ഗ്ലാൻഡ് കൂടുതലായിട്ടുള്ള സീബം അല്ലെങ്കിൽ എണ്ണ ആ ഒരു അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും. ഒരുപാട് മുഖക്കുരുകൾ വരും, ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുന്നത് കൊണ്ട്. അത് ഏജ് ഒരു കാരണമാണ്. അതുപോലെ ജെനറ്റിക് ആയിട്ട് പാരമ്പര്യമായിട്ടും പല പ്രശ്നങ്ങളും വരും. ജെനറ്റിക്കലി പ്രോബ്ലംസ് സ്കിന്നിന് വരാം. ദെൻ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സൺ അല്ലെങ്കിൽ സൂര്യപ്രകാശം, വെയിൽ ഏറ്റവും കൂടുതൽ തട്ടിക്കഴിഞ്ഞാൽ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതുപോലെ പലതരത്തിലുള്ള പൊല്യൂഷൻ, ഇതൊക്കെ സ്കിന്നിന്റെ ഹെൽത്തിനെ വളരെയധികം ഡാമേജ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് കൊണ്ടും സ്കിന്നിന് പ്രോബ്ലംസ് വരാം. എക്സസൈസ് ചെയ്യാതിരുന്നാൽ സ്കിന്നിന് ഡാമേജ് സംഭവിക്കും. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരുന്നാൽ പ്രോബ്ലം ഉണ്ടാവും. പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ, ഉറക്കം നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ സ്കിന്നിൽ ഡാമേജ് ഉണ്ടാവും. അതുപോലെ ഇമോഷണൽ ആയിട്ട്, മീൻസ് സ്ട്രെസ്, ടെൻഷൻ, ഇതൊക്കെ വളരെ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഏകാന്തത ഫീൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിന്നിനെ ബാധിക്കും. അഫ്കോഴ്സ് സ്മോക്കിംഗ് ആയിക്കോട്ടെ, ആൽക്കഹോളിന്റെ ഉപയോഗമാകട്ടെ, ഇതൊക്കെ നമുക്ക് സ്കിന്നിനെ ഡാമേജ് ചെയ്യുന്നതാണ്. സോ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ആയിട്ടും ഒരുപാട് കാരണങ്ങളുണ്ട്. സോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ സ്കിന്നിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ടഫാണല്ലേ. കാരണം കൊറോണയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല നമുക്ക്. ബ്യൂട്ടി പാർലറുകൾ അതുപോലുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്, റൈറ്റ്. സോ ഇവിടെയാണ് നമ്മളുടെ ഐഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ റെലവൻസ്. എന്താണ് ഐഗ്ലോയുടെ പ്രത്യേകത?
ഈ ഒരു കാറ്റഗറിയിൽ ദ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് പ്രൊഡക്റ്റ് ആണ്. കാരണം ഇത് അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഏഷ്യയിൽ വേറെ ഒരു കമ്പനിയും ഉണ്ടാക്കുന്നില്ല. ഇൻഡസ് വോ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ബ്യൂട്ടി ഫ്രം ദ ഇൻസൈഡ്, നിങ്ങൾക്ക് അത് ഒരു ഗ്ലോ ഓൺ ദ ഔട്ട്സൈഡ് എന്ന രീതിയിൽ, അതായത് നിങ്ങൾ അകത്തേക്ക് ഇത് കഴിക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം അകത്തു നിന്നും പുറത്തേക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇതിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ദാറ്റ്സ് കോൾഡ് ന്യൂട്രി കോസ്മെറ്റിക്സ്. ന്യൂട്രിയൻസിന്റെയും ഹെർബൽ എക്സ്ട്രാക്ട്സിന്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണ്. അകത്തേക്ക് കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വലിയൊരു പ്രത്യേകത, സ്കിന്നിന് അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ടാവും. നമ്മുടെ നഖത്തിന്റെ ആരോഗ്യത്തിന് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ഹെയർ, മുടിയുടെ ആരോഗ്യത്തിനും വളരെ വളരെ ഹെൽപ്ഫുൾ ആണ്. മുടിയുടെ ആരോഗ്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പലപ്പോഴും മുടി കൊഴിച്ചിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പുറത്ത് പല എണ്ണകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഒരു പരിധി വരെ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. കാരണം മുടിക്ക് ജീവനുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? മുടിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അത് മുറിക്കുമ്പം എന്താ വേദനിക്കാത്തത്? മുറിക്കുമ്പോൾ വേദനിക്കണമല്ലോ അല്ലെ? മുടിക്ക് ജീവനുണ്ട്. മുടിയുടെ ജീവൻ പുറത്തല്ല, അതിന്റെ റൂട്ട് എവിടെയാണോ അവിടെയാണ്. നമ്മൾ ആ 3 ലെയറുകളിൽ പഠിച്ചു. ഡെർമിസ് എന്ന് പറയുന്ന സെന്ററിൽ വരുന്ന ആ ലെയറിലാണ് മുടിയുടെ റൂട്ട് ഉള്ളത്. അവിടെ മാത്രമേ മുടിക്ക് ജീവനുള്ളൂ. അതുകൊണ്ടാണ് മുടി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേദനിക്കില്ല, പക്ഷെ മുടി വലിച്ചാൽ നമുക്ക് വേദനിക്കും. കാരണം വലിക്കുമ്പോൾ അതിന്റെ പ്രഷർ വരുന്നത് റൂട്ടിലേക്കാണ്. സോ മുടിയുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അത് പുറത്തു കൊടുത്താൽ പോരാ, അകത്ത് കൊടുക്കണം. അവിടെയാണ് ഈ ഒരു ഐഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് ഹെയർ ഹെൽത്തിനും കൂടി ആയിട്ട് വളരെ സപ്പോർട്ടീവ് ആകുന്നത്. റൈറ്റ്. സോ ഇതിലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഐഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കാശ്മീർ വാലിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാഫ്രോൺ അഥവാ കേസർ, കുങ്കുമപ്പൂവ്. വേൾഡിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പൈസ് ആണ്. വേൾഡിലെ ബെസ്റ്റ് ക്വാളിറ്റി സാഫ്രോൺ ആണ് ഈ ഒരു പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ്. അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു സാഫ്രോൺ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റിന്. അത് സ്കിൻ നർച്ചർ ചെയ്യാനും അതുപോലെ മോയ്സ്ചറൈസിങ്ങിനും അതുപോലെ ഒരു ബ്ലെമിഷ് ഫ്രീ ആയിട്ട് ഉള്ളൊരു കോംപ്ലക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും റേഡിയന്റ് പ്രസരിപ്പുള്ള ഒരു മുഖമാക്കാനും എന്ന് തുടങ്ങി ഒരുപാട് പഠനങ്ങൾ ആയുർവേദത്തിന്റെ പഴയ പണ്ടുകാലം മുതലുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആയുർവേദത്തിന്റെ ട്രഡീഷണൽ ടെക്സ്റ്റ് ബുക്കിൽ പോലും ഈ ഒരു സ്പൈസിന്റെ ബെനിഫിറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. സോ ആന്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ് ഉണ്ട്, ആന്റി ബാക്ടീരിയൽ ബെനിഫിറ്റ്സ് ഉണ്ട്. സ്കിന്നിൽ ഉണ്ടാകുന്ന പല മുറിവുകളും ബ്രേക്ക് ഔട്ടുകളും ഒക്കെ അതിനെല്ലാം കറക്റ്റ് ചെയ്യാനും, ആക്നി അല്ലെങ്കിൽ മുഖക്കുരു, അത് പിമ്പിൾസ്, അതിനെല്ലാം കറക്റ്റ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണത്. ആൻഡ് ഓഫ് കോഴ്സ് സ്കിന്നിൽ എന്തെങ്കിലും മുറിവുകളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പീഡ് പ്രൊവൈഡ് ചെയ്യാനും ഈ ഒരു സാഫ്രോൺ വളരെ യൂസ്ഫുൾ ആണ്. റൈറ്റ്. ദെൻ ഇതിലുള്ള മറ്റു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നാച്ചുറൽ പ്ലാന്റ് കൊളാജൻ, ബെറീസിൽ നിന്ന് എടുക്കുന്ന നാച്ചുറൽ പ്ലാന്റ് കൊളാജൻ ഉണ്ട്. അത് സ്കിൻ സ്ട്രക്ചർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അതിനൊരു സ്കിന്നിന്റെ ലെയറുകൾക്ക് ഒരു ഡാമേജ് ഒന്നും വരാതെ ഒരു സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്, അതിൽ നിന്നുള്ള റെസ്വെറാട്രോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഫ്രീ റാഡിക്കൽസിന്റെ ഡാമേജിനെ കുറിച്ച് അല്ലെ. അതിനെ റിവേഴ്സ് ചെയ്തുകൊണ്ട് സ്കിന്നിലുള്ള കോശങ്ങളുടെ നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റെസ്വെറാട്രോൾ, ഗ്രേപ്പ് സീഡിൽ നിന്ന് എടുക്കുന്ന റെസ്വെറാട്രോൾ വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ സീവീഡ്, കടലിലുള്ള പായൽ നിന്ന് എടുക്കുന്നതാണ് കോജിക് ആസിഡ്, നാച്ചുറൽ ആയിട്ടുള്ള ആസിഡ് ആണ്. അത് പ്രധാനമായിട്ടും നമ്മുടെ UV റേസിൽ നിന്നും, സൂര്യപ്രകാശത്തിലുള്ള അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ടത് സഹായിക്കുന്നത്. ദെൻ ലിക്കോറൈസ്, ഇരട്ടിമധുരം, അതിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട് സ്കിൻ ലൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്, എക്സസ് ഓയിൽ, നമ്മുടെ സ്കിന്നിൽ അമിതമായിട്ട് ഉണ്ടാകുന്ന ഓയിലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുൾ ആണ്. അമിതമായിട്ട് ഓയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഔട്ട്സൈഡിലുള്ള പൊടിയും അതുപോലെ പുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കിന്നിൽ വന്ന് അടിയും. അത് ആ സ്കിന്നിലുള്ള സുഷിരങ്ങൾ അത് അടയാൻ കാരണമാകും. അപ്പൊ ശരീരത്തിന് കൃത്യമായിട്ട് ടോക്സിൻസിനെ പുറത്തേക്ക് കളയാൻ പറ്റില്ല, മുഖക്കുരു ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് അത് മാറും ചെയ്യും. സോ ആ എക്സസ് ഓയിലിനെ കൺട്രോൾ ചെയ്യാൻ ലിക്കോറൈസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് കോ എൻസൈം Q10 അഥവാ കോ എൻസൈം Q10. ഇത് കടലിലെ പായൽ തന്നെയാണ് ഇത് എടുക്കുന്നത്. ഇതിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കിന്നിലുള്ള കോശങ്ങൾ അടക്കം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളിലും എനർജി ഉൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ ഊർജം ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ
കോ എൻസൈം ക്യൂട്ടൺ വേണം. അത് സ്കിന്നിലുള്ള കോശങ്ങളിലാണ്. സോ ഈ ഒരു പ്രൊഡക്റ്റിൽ കോ എൻസൈം ക്യൂട്ടൺ ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിലുള്ള കോശങ്ങളിൽ വളരെ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ആ എനർജി ആ കോശങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ടും സഹായിക്കുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് കോ എൻസൈം ക്യൂട്ടൺ. സോ ഇങ്ങനെ ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണ് ഐ ഗ്ലോ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ഇറ്റ്സ് ബെനിഫിറ്റ്സ്? എന്തൊക്കെയാണ് ഐ ഗ്ലോയുടെ ബെനിഫിറ്റ്സ് എന്നുള്ളത് നോക്കാം. ഒന്ന്, സ്കിൻ ലൈറ്റനിങ്. സ്കിൻ ലൈറ്റനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും സ്കിൻ വൈറ്റനിങ് അല്ല, കറുത്ത ആള് വെളുക്കുക എന്നുള്ളതല്ല. നമ്മളുടെ സ്കിൻ ടോൺ അതിനെ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്. ആന്റി ഏജിങ് എഫക്ട് വരും എന്ന് പറഞ്ഞാൽ പ്രായം കൂടുമ്പം സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാമേജുകളെ റിവേഴ്സ് ചെയ്യുന്നതുകൊണ്ട് ഒരു ചെറുപ്പത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അപ്പിയറൻസിൽ അത് ചെറുപ്പത്തിലേക്ക് വരുന്നുണ്ടാവും. ദെൻ ആന്റി റിങ്കിൾ, പ്രായം കൂടുമ്പം സ്കിന്നിലൊക്കെ ഉണ്ടാവുന്ന ഈ റിങ്കിൾസ് അല്ലെങ്കിൽ ചുളിവുകൾ അതിനെല്ലാം പതുക്കെ പതുക്കെ ക്ലിയർ ചെയ്ത് ഫൈൻ ലൈൻസിനെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഒരു നല്ലൊരു അപ്പിയറൻസ്, ഒരു യുവത്വം തുളുമ്പുന്ന രീതിയിലുള്ള ഒരു അപ്പിയറൻസിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ടാവും. ദെൻ സ്കിൻ മോയ്സ്ചറൈസിങ്, സ്കിന്നിലുള്ള ജലാംശം നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ബ്ലെമിഷ് കൺട്രോൾ, ഇപ്പോൾ മുഖക്കുരൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കറുത്ത പാട് വരും, ബ്ലെമിഷ്, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടും അതിനെ റിവേഴ്സ് ചെയ്യാനായിട്ടും വളരെയധികം ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. റേഡിയന്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്ഷൻ, ഒരു നല്ല പ്രസരിപ്പുള്ള, നമുക്ക് ആളുടെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ വല്ലാത്തൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും, അതുപോലെ പ്രസരിപ്പുള്ള ഒരു കോംപ്ലക്ഷൻ ആയിട്ട് മാറ്റുന്നുണ്ടാവും. ആൻഡ് ഓഫ് കോഴ്സ് സ്കിൻ കെയർ പ്രൊഡക്റ്റിന് എസ്പെഷ്യലി അകത്തേക്ക് കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ബെനിഫിറ്റ് ആണ് ലിവർ ഡീടോക്സിഫിക്കേഷൻ. നമ്മുടെ ശരീരത്തിലുള്ള ഫാക്ടറി, ശരീരത്തിൽ കയറുന്ന ഏത് പോയ്സണെയും ന്യൂട്രലൈസ് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലുള്ള ഓർഗൻ ലിവർ, കരൾ, അതിന്റെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിലുള്ള ടോക്സിൻസിനെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട്, അതിനെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം ആ ലിവർ ടോക്സിക് ആണെങ്കിൽ ആ വ്യക്തിയുടെ സ്കിന്നിൽ പ്രോബ്ലംസ് വരും. അതുപോലെ തന്നെ ബ്ലഡ് പ്യൂരിഫയർ ആണ്. ബ്ലഡ് പ്യൂരിഫൈഡ് അല്ലെങ്കിൽ ബ്ലഡിൽ ഒരുപാട് ടോക്സിൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്കിന്നിൽ ഡാമേജസ് ഉണ്ടാകും. സോ സ്കിൻ കെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലിവർ ഡീടോക്സിഫിക്കേഷനും ബ്ലഡ് പ്യൂരിഫിക്കേഷനും. അത് പുറത്തൊരു ക്രീം പുരട്ടിയാൽ കിട്ടില്ല, അകത്തേക്ക് കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ വേണം. അങ്ങനെ ഒരു മൊണോപ്പൊളി പ്രൊഡക്റ്റേ നമുക്കുണ്ട്, അതാണ് ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. സോ ഐ ഗ്ലോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളുടെ പവർ എന്താണെന്നുള്ളത് ശരിക്കും തിരിച്ചറിയുക. മറ്റൊരാളുടെ കയ്യിലും ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ഇല്ല. റൈറ്റ്. ആൻഡ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഒന്ന്, എല്ലാ ടൈപ്പ് സ്കിൻ, നമ്മൾ കുറച്ച് 5 ടൈപ്പ് ഓഫ് സ്കിന്നുകളെ നമ്മൾ കണ്ടു അല്ലെ. എല്ലാ ടൈപ്പ് സ്കിന്നിന് ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഓയിലി സ്കിൻ ആണെങ്കിലും, നോർമൽ സ്കിൻ ആണെങ്കിലും, ഡ്രൈ സ്കിൻ ആണെങ്കിലും, കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും, അതുപോലെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും ഒക്കെ ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. അത് പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഐ ഗ്ലോ അത് നമുക്കറിയാം 4 വേരിയൻസിലാണ് അത് വരുന്നത് ഒരു ബോക്സിൽ. ബ്ലാക്ക് കറന്റ്, മാംഗോ, സ്ട്രോബെറി ആൻഡ് ഓറഞ്ച്. ഓരോന്നിന്റെയും 7 വീതമാണ് ഉണ്ടാവുക. റൈറ്റ്. അത് വളരെ ടേസ്റ്റിയാണ്. അത് ഉപയോഗിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യണം. അത് അതിന്റെ മുകളിൽ, ആ പാക്കിന്റെ മുകളിൽ ഒരു സൈഡിൽ ഒരു ചെറിയൊരു ക്രോസിംഗ് കാണാം. ഇങ്ങനെ അവിടെയാണ് നിങ്ങൾ അത് ഓപ്പൺ ചെയ്യേണ്ടത്, കീറുക. എന്നിട്ട് അതുപോലെ അത് സക്ക് ചെയ്ത് യൂസ് ചെയ്യുക. ഓരോ ഐ ഗ്ലോയിലും സാഫ്രോന്റെ അതിന്റെ ആ സാഫ്രോന്റെ പീസസ് അത് 3 വീതം ഉണ്ടാവും. നിങ്ങൾ കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നാര് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കളയരുത്, ഇറ്റ്സ് സാഫ്രോൺ. ഓക്കെ, കളയരുത്, അതുകൂടെ നിങ്ങൾ കൺസ്യൂം ചെയ്യണം. ദെൻ ഒരു ദിവസം നിങ്ങൾക്ക് 1 or 2 ഐ ഗ്ലോ ഉപയോഗിക്കാം. അത് ഉപയോഗിക്കേണ്ടത് ഭക്ഷണം കഴിച്ച് 15 മിനിറ്റിന് ശേഷമാണ്. അത് നിങ്ങൾക്ക് രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ ഉപയോഗിക്കാം, യുവർ ചോയ്സ്. രാത്രി ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഐ ഗ്ലോ ഉപയോഗിച്ച് മേ ബി ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കിടന്നുറങ്ങുന്നത്. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ ആ ദിവസം ഉണ്ടായിട്ടുള്ള എല്ലാ ഡാമേജിനെയും ശരീരം റിപ്പയർ ചെയ്യുക. ആ സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല രീതിയിൽ അതിന്റെ റിപ്പയറിംഗും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എന്ന് കരുതി രാത്രി തന്നെ കഴിക്കണമെന്നില്ല, ഇറ്റ്സ് അപ് ടു യു. പക്ഷേ നിർബന്ധമായിട്ടും ഭക്ഷണം കഴിച്ച് 15 മിനിറ്റിന് ശേഷമാണ് ഐ ഗ്ലോ ഉപയോഗിക്കേണ്ടത്. ദെൻ ലോങ്ങർ ഡ്യൂറേഷൻ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഉപയോഗിക്കാം. ഇറ്റ്സ് സേഫ്, നോ സൈഡ് എഫക്ട് അറ്റ് ഓൾ. മാത്രമല്ല നിലവിൽ എന്തെങ്കിലും മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട്, ഈവൻ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് പോലും ഐ ഗ്ലോ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സ്കിൻ കെയറിന് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ യൂസിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കോസ്മെറ്റിക്സ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും.
ഐഗ്ലോ അകത്തേക്ക് കഴിക്കുക വഴി അകത്തു നിന്നും അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിന്റെ ബെനിഫിറ്റ് തരുന്നുണ്ടാവും. റൈറ്റ്. സോ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സിലേക്കും കൂടെ നമുക്ക് പോവാം. സ്കിൻ കെയർ എന്ന് പറയുന്ന ഈ ഒരു ഹെൽത്തി ആയിട്ട് ഒരു സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. റൈറ്റ്. സോ ഒരു ദിവസം ഒരു 6 മുതൽ 8 മണിക്കൂറെങ്കിലും ഒരു നല്ല രീതിയിൽ ഉറങ്ങണം. സൗണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ കൂർക്കം വലിച്ചുറങ്ങുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ സ്മൂത്ത് ആയിട്ടുള്ള ഉറക്കം ഒരു മിനിമം ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. കാരണം ഉറക്കക്കുറവ് സ്കിന്നിനെ വലിയ രീതിയിൽ ഡാമേജ് ചെയ്യും. ദെൻ സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ രീതിയിൽ സ്കിന്നിനെ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ടാവും. സോ റെഡ്യൂസ് സ്ട്രെസ്. ഒരു ദിവസം മിനിമം ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും, അതും ക്ലീൻ വാട്ടർ കുടിക്കണം. കോഫി അല്ലെങ്കിൽ ജ്യൂസ് ഇങ്ങനെയുള്ള സാധനങ്ങളല്ല ഉദ്ദേശിച്ചത്. വെള്ളം നമ്മൾ കുടിക്കുന്ന ക്ലീൻ വാട്ടർ അതൊരു 8 ഗ്ലാസ് എങ്കിലും മിനിമം കുടിക്കണം. കാരണം സ്കിന്നിലുള്ള കോശങ്ങൾക്കകത്തും ഉള്ളത് വെള്ളമാണ്. ജലാംശം കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡ്രൈനസ് വരും. അത് വലിയ ഡേഞ്ചറസ് കണ്ടീഷനിലേക്ക് പോകുന്നുണ്ടാവും. സോ ഡ്രിങ്ക് പ്ലന്റി ഓഫ് വാട്ടർ. പക്ഷേ വെള്ളം കുടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, വെള്ളം എപ്പോഴാണ് കുടിക്കേണ്ടത്? അതെന്ത് ചോദ്യമാണ് സാറ്, അല്ലേ? ഇതൊക്കെ ഒരാൾ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? വെള്ളം എപ്പോഴാണ് കുടിക്കുക? ദാഹം വരുമ്പോൾ. എന്ത് ചോദ്യമാണത്? പക്ഷെ മൈ ഡിയർ ഫ്രണ്ട്സ്, ദാഹം വരുമ്പോൾ കുടിക്കേണ്ടതല്ല വെള്ളം. പല ആളുകൾക്കും അറിയില്ല. ദാഹം വരാതിരിക്കാൻ കുടിക്കേണ്ട സാധനമാണ് വെള്ളം. നമ്മുടെ ശരീരത്തിൽ ഓൾമോസ്റ്റ് ഒരു 70% ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോഴാണ് നമുക്ക് തേഴ്സ്റ്റ്, ദാഹം ഫീൽ ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മൾ നമ്മുടെ ശരീരത്തിനോട് എന്തുമാത്രം ക്രൂരതയാണ് കാണിക്കുന്നത്, ശരിയല്ലേ? സോ ദാഹം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ രീതിയിൽ ഇതുപോലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ഒരു സമയം ഒരുപാട് കുടിക്കാനും പാടില്ല. വളരെ കുറച്ചേ കുടിക്കാവൂ. അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ഒരു 10-15 മിനിറ്റ് കൂടുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഉപകാരപ്രദം. ദെൻ വെള്ളത്തിന്റെ കാര്യം, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഡോണ്ട് ഡ്രിങ്ക് ചിൽഡ് വാട്ടർ. ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നല്ല സുഖമാണ്. അതിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖം നമുക്ക് ഫീൽ ചെയ്യും, അല്ലേ? ആ സുഖം നമുക്ക് അപ്പം ഫീൽ ചെയ്യും. പക്ഷെ ശരീരത്തിന് വലിയ പ്രശ്നമാണ്. കാരണം ശരീരത്തിനൊരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിലേക്ക് ഈ ചിൽഡ് വാട്ടറിനെ ശരീരം കൊണ്ടുവരണമെങ്കിൽ അതിനെ പിന്നെയും ചൂടാക്കണം. അല്ലെങ്കിലേ നമ്മുടെ ശരീരത്തിന് ഒരുപാട് പണികൾ ചെയ്യാണ്ട് അതിനാവശ്യമായിട്ടുള്ള എനർജി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല. അപ്പൊ ഉള്ള എനർജി വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണി ആര് ചെയ്യും? ശരിയല്ലേ? സോ ശരീരത്തിന് അത്ര രീതിയിലുള്ള ഡാമേജസ് ഉണ്ടാക്കരുത്. കഴിവതും നിങ്ങൾ ചിൽഡ് വാട്ടർ ഒഴിവാക്കുക. അത്ര നിർബന്ധമാണെങ്കിൽ ചെറിയ തണുപ്പുള്ള വെള്ളം ഉപയോഗിക്കുക. നോർമൽ വാട്ടറാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇന്ന് നമുക്ക് തിളപ്പിക്കാതെ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ഹെൽത്തിന് വളരെ ദോഷകരമാണ്. കാരണം അണ്ടർഗ്രൗണ്ട് വാട്ടർ പ്യൂർ അല്ല ഇന്ന്. പണ്ട് ആളുകൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയൊക്കെ ഉപയോഗിക്കാമായിരുന്നു. അത് വളരെ ഹെൽത്തിയാണ്. പക്ഷെ ഇന്ന് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. അണ്ടർഗ്രൗണ്ട് വാട്ടർ പോലും പൊല്യൂട്ടഡ് ആയതുകൊണ്ട് നമുക്ക് തിളപ്പിച്ച ശേഷം മാത്രമേ വെള്ളം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ തിളപ്പിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള 100% ഗുണം നമുക്ക് കിട്ടില്ല. കാരണം വെള്ളത്തിന് ജീവനുണ്ട്. തിളപ്പിച്ചാറിയ ഒരു പാത്രം വെള്ളത്തിൽ നമ്മൾ ജീവനുള്ള ഒരു മീനിനെ ഇട്ട് കഴിഞ്ഞാൽ മീൻ ചത്തുപോകും, ശരിയല്ലേ? ആ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ ഗുണങ്ങളേ ഉള്ളൂ, വലിയ ഗുണങ്ങളില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് തിളപ്പിക്കാതെ വെള്ളം ഇന്ന് കുടിക്കാൻ പറ്റില്ല. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. സോ തിളപ്പിച്ചാറിയ വെള്ളം നിങ്ങൾക്ക് കുടിക്കാം. അതിൽ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഹെർബൽസ് എന്തെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതാണ്. റൈറ്റ്. സോ വെള്ളത്തിന്റെ കാര്യത്തിൽ കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ വാക്ക് ഇൻ ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ എന്ന് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയകളിൽ കഴിവതും നടക്കാതിരിക്കുക. ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ നടക്കാം. അതുപോലെ പ്രൊട്ടക്ട് സ്കിൻ ഫ്രം സൺ. വെയിൽ വല്ലാതെ നല്ല ചൂടുള്ള സമയത്തൊന്നും വെയിൽ കൊള്ളാതിരിക്കുക. എന്നാൽ ഏർലി മോർണിംഗ് ആൻഡ് ലേറ്റ് ഈവനിങ്, ആ റൈസിന്റെ ടൈമിലും സൺസെറ്റിന്റെ ടൈമിലും ഉള്ള സൂര്യ ഉദിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുമുള്ള സൂര്യപ്രകാശം നിങ്ങൾ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തില് വൈറ്റമിൻ ബി നല്ല രീതിയിൽ ശരീരം ഉണ്ടാക്കും. റൈറ്റ്. അത് ചൂട് കൂടുതലുള്ള സമയത്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വേറെ വല്ലതായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. Okay. Then eat fresh fruits and vegetables. Eat fresh fruits and vegetables, but organic. Other question mark. Right. So iPulse is very helpful.
ആ ഒരു ഭാഗം നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഐപ്പിൾസ് ഉണ്ടാവും. പക്ഷെ ഐപ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട് മറ്റു ഫ്രൂട്ട്സ് ഉപയോഗിക്കേണ്ടതാണോ? അല്ലോ, ഉപയോഗിക്കാം. നിങ്ങൾക്ക് കഴിവതും ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിവതും ഉപയോഗിക്കാൻ ശ്രമിക്കുക. റൈറ്റ്. ആൻഡ് ടേക്ക് ഓഫ് യുവർ മേക്കപ്പ് എസ്പെഷ്യലി ബിഫോർ സ്ലീപ്പിംഗ്. നിങ്ങൾ എന്തെങ്കിലും സ്കിൻ കെയർ കോസ്മെറ്റിക്സ് ക്രീമുകളോ മറ്റെന്തെങ്കിലും ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ മുഖം കഴുകണം. ആ മേക്കപ്പ് അല്ലെങ്കിൽ ആ കോസ്മെറ്റിക് സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്ത് കളയണം. കാരണം നമ്മുടെ സ്കിന്നിലുള്ള ഈ സുഷിരങ്ങളിലൂടെ ശരീരം ബ്രീത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പ്രോപ്പറായിട്ട് ബ്രീത്തിങ് ശരീരത്തിന് ചെയ്യാൻ കഴിയില്ല. സോ അതുകൊണ്ട് ഡെഫിനറ്റ്ലി മുഖം കഴുകിയ ശേഷം മാത്രമേ നിങ്ങൾ കിടന്നുറങ്ങാവൂ. അല്ലെങ്കിൽ മുഖം മാത്രമല്ല, ശരീരം മൊത്തത്തിൽ. അതുകൊണ്ടാണ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയം മുമ്പ് ഒരു ഇളം ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കുളിക്കാൻ പറയുന്നത് അല്ലെങ്കിൽ മേല് കഴുകാൻ പറയുന്നതിന്റെ കാരണം അതാണ്. അത് ഇറ്റ്സ് എ സൂത്തിങ് എഫക്ട്. അതേസമയം സ്കിൻ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. റൈറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് അല്ലാതെ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്തെങ്കിലും കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ടിഷ്യൂ പേപ്പർ ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ടിഷ്യൂ പേപ്പർ ടെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ വാങ്ങാൻ കിട്ടും. നമ്മൾ കൈ തുടയ്ക്കുന്ന ടിഷ്യൂ പേപ്പർ അല്ല, അത് കുറച്ച് ഹാർഡാണ്. അതിനേക്കാൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ വാങ്ങാൻ കിട്ടുന്നുണ്ടാവും. റൈറ്റ്. ചെയ്യേണ്ടത്, രാത്രി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖം നന്നായിട്ട് കഴുകുക. സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് കഴുകുക. എന്ത് സൊല്യൂഷൻ ഞാൻ പറയാം. കഴുകുക, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച ശേഷം തുടയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഒപ്പിയെടുക്കുക. ഒരു കാരണവശാലും ഒരു എന്താ പറയാ റഫായിട്ട് മുഖത്തെ അല്ലെങ്കിൽ സ്കിന്നിനെ ഡീൽ ചെയ്ത് എപ്പോഴും ഒപ്പിയെടുക്കാനേ പാടുള്ളൂ. ചെറിയൊരു മോയ്സ്ചർ എപ്പോഴും സ്കിന്നിൽ വേണം. കുറച്ച് നേരത്തേക്ക് നമുക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും. ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഒരു ഈർപ്പം നിൽക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ അത് നോർമൽ ആയിക്കോളും. റൈറ്റ്. ദെൻ മുഖം എല്ലാം കഴുകിയ ശേഷം ആസ് യൂഷ്വൽ കിടന്നുറങ്ങുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ എന്താണ് സാധാരണ ചെയ്യാറ്? മൊബൈൽ എടുക്കും, അല്ലേ? ഇതാണല്ലോ സാധാരണ ഇപ്പൊ ചെയ്യാറ്. മൊബൈൽ തുടരരുത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വാങ്ങിയിട്ടുള്ള ടിഷ്യൂ പേപ്പർ എടുക്കുക. ഒരു ടിഷ്യൂ പേപ്പർ നിവർത്തുക, ഫുള്ളായിട്ട് നിവർത്തുക. എന്നിട്ട് അത് മുഖത്ത് പറ്റിച്ച് ചേർക്കുക. മുഖത്ത് ഇങ്ങനെ വെക്കുക, പറ്റിച്ച് വെക്കുക. ഹാർഡ്ലി 1 മിനിറ്റ്, ഒരു 1 മിനിറ്റ് നേരത്തോളം അത് വെക്കുക. എന്നിട്ട് എടുക്കുക. എടുക്കുമ്പോൾ ആ ടിഷ്യൂ പേപ്പറിൽ ഓയിൽ പാച്ചസ് കാണാം, അല്ലെങ്കിൽ ഓയിൽ മാർക്സ് കാണാം. ഈ ഓയിൽ മാർക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ടൈപ്പിലാണ് അത് കാണുന്നത് എന്ന് നോക്കുക. ടി സോണിലാണെങ്കിൽ നെറ്റിയുടെ ഭാഗം, മൂക്കിന്റെ അവിടെ, ചിൻ ഇവിടെയാണ്. ടി സോൺ ആണെങ്കിൽ നിങ്ങളുടെ സ്കിൻ കോമ്പിനേഷൻ സ്കിൻ ആണ്. ടി സോണിന്റെ കൂടെ ചീക്സിലും കൂടെ ഉണ്ടെങ്കിൽ യുവർ സ്കിൻ ഈസ് ഓയിലി. ഇനി മൂക്കിന്റെ അവിടെ മാത്രമേ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഓയിൽ പാച്ചസ് കാണുന്നുള്ളൂ, യുവർ സ്കിൻ ഈസ് ഡ്രൈ. റൈറ്റ്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓയിലി ആണോ ഡ്രൈ ആണോ കോമ്പിനേഷൻ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സോപ്പ് ഉപയോഗിക്കാൻ, അല്ലേ? ആണോ? നെവർ എവർ യൂസ് സോപ്പ് ഓൺ ഫേസ്. pH ന്യൂട്രൽ ആയിട്ടുള്ള സൊല്യൂഷൻ മാത്രമേ ഫേസിൽ ഉപയോഗിക്കാവൂ. സോപ്പ് ഓൾമോസ്റ്റ് 99% സോപ്പുകളും ബാത്ത് സോപ്പുകളാണ്, ടോയ്ലറ്റ് സോപ്പുകളാണ്. അത് ശരീരത്തിൽ ഉപയോഗിക്കാനാണ്, മുഖത്ത് ഉപയോഗിക്കാനല്ല. എന്നാൽ pH ബാലൻസ്ഡ് ആയിട്ട് സോപ്പ് അവൈലബിൾ ആണ്. മേ ബി ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. പക്ഷെ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ആയിട്ട് ഫേസ് വാഷ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പ്രൊഡക്ട്സ് ഉള്ളത്. അവയെല്ലാം pH ബാലൻസ്ഡ് ആണ്, ആൽക്കലിക്കും അല്ല അസിഡിക്കും അല്ല. അതാണ് നമുക്ക് ഫേസിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സൊല്യൂഷൻ. റൈറ്റ്. നിങ്ങളുടെ സ്കിന്ന് ഈ ടിഷ്യൂ പേപ്പറിലൂടെ ഡ്രൈ ആണോ ഓയിലി ആണോ കോമ്പിനേഷൻ ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഫേസ് വാഷ് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. ക്ലിയർ? സോപ്പ് ശരീരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. കാരണം നിങ്ങൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് സോപ്പിന്റെ ഒരു പരസ്യം കണ്ടാൽ മതി. ഏതെങ്കിലും സോപ്പിന്റെ പരസ്യത്തിൽ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, ബോഡിയിൽ മാത്രമേ അപ്ലൈ ചെയ്യൂ, അല്ലേ? അത് ബോഡിയിൽ ഉപയോഗിക്കാനുള്ള സോപ്പാണ്. ഫേസ് വാഷ് പേര് പോലെ തന്നെ മുഖം കഴുകാനുള്ളതാണ്. രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കഴുകാം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകരുത്. കാരണം ഇവിടുത്തെ ഓയിൽ വല്ലാതെ നഷ്ടപ്പെട്ടു. ഓയിൽ ആവശ്യമാണ് ഇവിടെ, ഫേസിൽ മാത്രമല്ല സ്കിന്നിലാണെങ്കിൽ. റൈറ്റ്. ദെൻ നമുക്കിന്ന് ലിക്വിഡ് സോപ്പുകൾ അവൈലബിൾ ആണ്. ലിക്വിഡ് സോപ്പുകൾ ബോഡി ബാത്തിങ്ങിനുള്ള ലിക്വിഡ് സോപ്പുകൾ അവൈലബിൾ ആണ്. അത് കൂടുതലും pH ബാലൻസ്ഡ് ആണ്.
ആൽക്കലിക് ആവില്ല. അല്ലാതെയുള്ള സോപ്പുകളൊക്കെ കൂടുതലും ആൽക്കലിക് ആയിരിക്കും. റൈറ്റ്. അത് നമുക്ക് വേണമെങ്കിൽ ലിറ്റ്മസ് പേപ്പർ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. അതിലേക്കൊന്നും ഇപ്പൊ പോകണ്ട. റൈറ്റ്. ദെൻ ഡ്രിങ്ക് പ്ലന്റി ഓഫ് വാട്ടർ, ഗെറ്റ് ഇനഫ് സ്ലീപ്പ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഓഫ് കോഴ്സ് അവോയ്ഡ് ഓവർ ടൈറ്റ് ക്ലോത്ത്സ്. ഓവർ ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഉപയോഗിക്കാതിരിക്കുക. ബെൽറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വല്ലാണ്ട് ഓവർ ടൈറ്റ് ആക്കരുത്. ആൻഡ് ഓഫ് കോഴ്സ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അത് സ്കിന്നിന്റെ ഹെൽത്തിനും വളരെ ഡേഞ്ചറസ് ആണ്. ഇതിൽ ആൽക്കഹോളിന്റെ കൺസംഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സമാധാനം. അങ്ങനെ ആരും കരുതണ്ട. ആൽക്കഹോളും ഉപയോഗിക്കേണ്ട, അതും ദോഷം തന്നെയാണ്. റൈറ്റ്. ആൻഡ് ഡോണ്ട് ടച്ച് യുവർ ഫേസ് അൺനെസസറിലി. അനാവശ്യമായിട്ട് മുഖം തൊടരുത്. ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കുക, ഇങ്ങനെ മൂക്കിലൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക, അല്ലെ? മൂക്കിന്റെ പുറം ഭാഗത്തൊക്കെ അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത്. സ്കിന്നിൽ അനാവശ്യമായിട്ട്, ഫേസിൽ അനാവശ്യമായിട്ട് ടച്ച് ചെയ്യരുത്. കാരണം നമ്മുടെ പാംസ് എന്ന് പറയുന്നത് ബാക്ടീരിയകളുടെ ഹബ്ബാണ്. ബാക്ടീരിയകളുടെ ഹബ്ബാണ് പാം. മുഖത്ത് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെയുള്ള പോഴ്സിലൂടെ ബാക്ടീരിയസ് അകത്തേക്ക് പോകും. നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകളുണ്ട്, പക്ഷെ ഈ പാം കൈവെള്ളയിലൊക്കെയുള്ള ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നല്ലതല്ല. ഇഷ്ടംപോലെ ബാക്ടീരിയകളുണ്ട്. അതിന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? കൊല്ലണം. അതിനെന്താ ചെയ്യേണ്ടത്? കൈയടിക്കുക, അല്ലെ? നന്നായിട്ട് കൈയടിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് കൈയടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ കൈവെള്ള ചുവന്ന് വരും, അല്ലെ? എന്താണ്? ബാക്ടീരിയയുടെ ചോര. നന്നായിട്ട് കൈയടിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഓക്കെ, റൈറ്റ്. സോ അനാവശ്യമായിട്ട് നിങ്ങൾ മുഖം ടച്ച് ചെയ്യാതിരിക്കുക. ആൻഡ് ഓഫ് കോഴ്സ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്കിന്നിന് കുറച്ചും കൂടെ, നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഒരു ക്ലൈമറ്റും മറ്റു കാര്യങ്ങളും വെച്ചുകൊണ്ട് സ്കിന്നിന് കുറച്ചുകൂടെ നല്ലത് കോക്കനട്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ ഒക്കെ നല്ലതാണ്, പക്ഷെ ഇവിടത്തെ കേരളത്തിലുള്ള ക്ലൈമറ്റിന് ഏറ്റവും നല്ലത്, അനുയോജ്യം കോക്കനട്ട് ഓയിലാണ്. കേരം തിങ്ങും കേരള നാട്, അല്ലേ? അപ്പൊ ഇവിടുത്തെ സാധനം ഇവിടെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഫേസിലേക്കും ബോഡിയിലേക്കൊക്കെ ഓയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ഇറ്റ്സ് കോക്കനട്ട് ഓയിൽ. റൈറ്റ്. സോ വെളിച്ചെണ്ണ. ഈ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് ഓഫ് കോഴ്സ് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ സ്കിൻ, ഒപ്പം നമ്മളുടെ ബ്യൂട്ടി.